ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ട് ടേസ്റ്റുള്ള ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക കേട്ടോ. നമ്മളിതിന് വേണ്ടിയിട്ട് 4 ഉരുളക്കിഴങ്ങും പിന്നെ അത്യാവശ്യം വലുതായിട്ടുള്ള സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ചില ഉള്ളികളിൽ ഇതുപോലെ തന്നെ കറുത്ത നിറമൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പൂർണ്ണമായിട്ട് പോകാനും ഈ ഒരു കിഴങ്ങിലെ ഒരു ഇത് പോകാനും വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ കഴുകുന്നത്. അങ്ങനെ കഴുകിയെടുത്ത ഉരുളക്കിഴങ്ങിനെയും സവാളയും നമ്മൾ അരിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് എണ്ണ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പം വെളിച്ചെണ്ണയാണ് ഇതിന് ഏറ്റവും നല്ലത്. അങ്ങനെ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി ഒരു ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അതിന് ശേഷം വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും സ്ലൈസായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് മൂപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇതിലോട്ട് ചേർത്ത് അങ്ങനെ നമ്മളാണെങ്കിൽ അടുത്ത് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ ആ ഒരു എണ്ണയും കടുകും ഒക്കെ എല്ലാ സ്ഥലത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പം ആ ഒരു ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വരുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. മൂട്ടിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും അത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് നേരം നമ്മൾ നല്ലതുപോലെ അത് അടച്ച് വെച്ചുകൊണ്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ അത് ഏകദേശം നല്ലതുപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ മസാലപ്പൊടിയും പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ. അതിനുശേഷം നമ്മളാണെങ്കിൽ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് ആവശ്യാനുസരണം നിങ്ങൾക്ക് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലെ മുളക് ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. പൊതിച്ചോറിലൊക്കെ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു അടിപൊളി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും. ഇപ്പം നിങ്ങൾ വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.